മുരളി നമുക്ക് അവിടെ പോയിരുന്നിട്ടേ നമുക്കൊന്ന് കുറച്ചേരം ഇരിക്കാം. മുരളി സാറേ നമുക്ക് അവിടെ ഇരിക്കാം. എന്നാ പിന്നെ ഇങ്ങോട്ടിരിക്കാം. പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഇവിടെ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ താന്നു കഴിഞ്ഞാലേ ഈ തോടും പുഴയും തോടും ഈ പറഞ്ഞ വയലും എല്ലാം നല്ല രസമല്ലേ കാണാൻ. നല്ല തണുപ്പുണ്ടാവും. നല്ല തണുപ്പുണ്ട്. ആ ചൂടിന്റെ ഒരു ആശ്വാസമുണ്ട്. നല്ല ചൂടല്ലേ. വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളല്ല. രണ്ടുപേരും ഇവിടെ ഇരിക്കുവായിരുന്നോ? ഞങ്ങൾ ചുമ്മാ ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടി ഞാൻ മുരളി സാറിനെ എവിടെല്ലാം അന്വേഷിച്ചതറിയാമോ? സാറിന്റെ മോക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ? കിട്ടി. കള്ള നീ മോക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത് ഇതുവരെയ്ക്ക് പറഞ്ഞില്ലല്ലോ. ഒരാഴ്ചയായിട്ട് നമ്മുടെ ഓണാഘോഷവും പരിപാടിയായിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ഞാനതങ്ങോട്ട് പറയാൻ തുടങ്ങിയതാ, പക്ഷെ അപ്പോഴത്തേക്ക് ഷിബു കയറി വന്നു. ഷിബു എന്താ പരിപാടി? സാറേ ഞാനിപ്പോ പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പോഴേ അവിടെ ഒരു പോസ്റ്റർ വെച്ചേക്കുന്നുണ്ട്. മുരളി സാറിന്റെ മോളെ നമുക്ക് പേരറിയാമല്ലോ. അപ്പൊ ഫോട്ടോയൊക്കെ വെച്ച് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞൊരു ബോർഡ്. അപ്പൊ ഞാൻ വെച്ചാൽ മുരളി സാറിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങോട്ട് വന്നത്. എനിക്കറിയാം മിക്കവാറും ഇവിടെ തന്നെ കാണുമെന്നുള്ളത് എനിക്കറിയാം. ഷിബു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. നമുക്ക് ഒരുപാടൊക്കെ കൊടുക്കണ്ടേ. ആ പോസ്റ്ററൊക്കെ വെച്ചത് ക്ലബ്ബുകാരാ, ഞാനല്ല. അപ്പോഴേ നമുക്കിത് ഒന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായിട്ടും ഒന്ന് അടിച്ചു പൊളിക്കണം നമുക്ക്. മുരളി സാറിന്റെ മോക്ക് ഡോക്ടറേറ്റ് കിട്ടിയതിന് നമ്മള് ഒന്ന് അടിച്ചു പൊളിക്കുന്നു. അതെ, നമുക്ക് 3 പേർ കൂടെ പോയാലോ? പെഗടിച്ചാലോ? ആഘോഷത്തിന് പെഗടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ശരിയാവത്തില്ല സാർ. അദ്ദേഹം ഒരു വെള്ളം അടിക്കാത്ത മനുഷ്യൻ. ഷിബു സാർ വെള്ളം അടിക്കാത്തതുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഷെരീഫ് സാറിന് എവിടെ വരെ പോണം? എനിക്ക് തിരുവനന്തപുരം വരെ പോണം. സാറിന് തിരുവനന്തപുരം വരെ വണ്ടി ഓടിക്കണം. സാറ് ഒരെണ്ണത്തിൽ നിൽക്കുന്ന ആളാണ്. സാറ് കുറഞ്ഞത് 2-3 പെഗ്ഗെങ്കിലും അടിക്കാതെ സാർ ഇവിടെ നിന്ന് എഴുന്നേക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുവാണ്, സാറിന് തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ച് പോകണ്ടാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിക്കുന്നതായിരിക്കും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നല്ലത്. മുരളി സാർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. അല്ല സാറേ, ഈ മദ്യപാനം എന്ന് പറയുന്നത് ഞാന് സാറ് തന്നെ പിന്നെ ഈ കൂടുതലും അപകടങ്ങൾ എങ്ങനെയാ നമുക്കിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? സാറ് തന്നെ ആലോചിച്ച് നോക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് അപകടമാണ്. ശരിയാണ്. ഇപ്പം നിരപരാധികളായ എത്രയോ ആൾക്കാരാണ് നമ്മുടെ ടയറിനടിയിൽപ്പെട്ടു പോകാൻ മരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ആഘോഷങ്ങളിൽ മദ്യം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. അല്ല, ഷിബു സാർ പറഞ്ഞതേ ആഘോഷങ്ങളിൽ നമുക്ക് ആഘോഷിക്കാൻ മദ്യം തന്നെ വേണോ എന്നുള്ളൊരു ചിന്ത വേണം. നമുക്ക് മദ്യമില്ലാതെ ആഘോഷിക്കാമല്ലോ. തീർച്ചയായിട്ടും. ഈ മദ്യം മൂലമുള്ള വാഹനാപകടങ്ങൾ, ഈ ഓടിക്കുന്ന ആളുടെ വാഹനത്തിന്, എതിരെ വരുന്ന വാഹനങ്ങൾക്ക്, മറ്റു മനുഷ്യജീവന്, അവരുടെ സമ്പത്തുകള്, പിന്നെ ജീവിതകാലം മുഴുവനുള്ള നരകയാതന, ദുരിതം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആഘോഷങ്ങളിൽ മദ്യം ഒഴിവാക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരോട് തീരുമാനിക്കും, ഞാൻ തരാം. അല്ല, എന്റെ അഭിപ്രായത്തിൽ മദ്യം വേണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, ഇത്രയും കാര്യങ്ങൾ ഇത്ര ഒരു ഉപദേശമായിട്ട് നമുക്ക് ദഹിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മദ്യം വേണ്ട. അങ്ങനെ വേണ്ട നമ്മൾ തീരുമാനിക്കും. ഇതിന് മാത്രമല്ല, നമുക്ക് നമ്മുടെ നമ്മുടെ ആഘോഷങ്ങളിലൊന്നും നമുക്ക് മദ്യം വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ആഘോഷിക്കാം. ഞാൻ പറയുന്നത് വേറൊരു കാര്യം ചെയ്യാം. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട സാറിന്റെ വീടിന്റെ അടുത്ത് തന്നെ മറ്റേ ക്യാൻസർ ആയിട്ടുള്ള രോഗിയില്ലേ, അതെ, അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ചെലവായിട്ട് നമുക്കൊരു ലൈറ്റായിട്ടൊരു ഒരു ചായയോ ഒരു കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി സാറിന് ഒരു ഉദ്ദേശം, സാറിനിപ്പോ ഒരു മനസ്സിൽ കാണുമല്ലോ, ഉണ്ട്, ഒരു 5 കിലോ അരി വിറ്റ് അവർക്ക് മേടിച്ചു കൊടുത്താലും തീർച്ചയായിട്ടും ഏറ്റവും മഹത്തായ ഒരു നല്ലൊരു കാര്യം ഇല്ലേ? ഒരു 5 കിലോ അരി പോട്ടെ, ഞാനും ബാക്കി ഇടാം. ഒരു 10 കിലോയുടെ അരി വേണ്ട. നല്ലൊരു ആശയം, ഞാൻ ഏറ്റു. നമ്മളുടെ ഈ ബർത്ത്ഡേ ആയിരുന്നെങ്കിലും ഇതേപോലുള്ള ആഘോഷ ദിവസങ്ങളിലൊക്കെ നമ്മളോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ള പാവപ്പെട്ട ആൾക്കാരെ കൂടെ, സുഖമില്ലാത്ത ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് എത്ര മനോഹരമായിട്ട് ഇത് ആഘോഷിക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക നമ്മളൊരു 10 കിലോ അരിയും 10 കിലോ അരി മതി ഇപ്പം തൽക്കാലം. അത് അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. 10 കിലോ അരിയും അതിന്റെ ഒരു കിറ്റ് എന്ന് വെച്ചാൽ അതിന് വേണ്ട സാധനങ്ങൾ നമ്മള് സ്റ്റാറ്റിക് ഒക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു കിറ്റ് നമുക്ക് എടുത്താൽ കൊടുക്കാം. എന്ന് വെച്ച് നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോ ഒഴിവാക്കണ്ട. അത് കഴിച്ചതിന് ശേഷം ഞാൻ ഓക്കെ. മുരളി സാറേ, ഇതിനകത്ത് ഈ മദ്യത്തിന് ചെലവാക്കുന്ന പൈസയുടെ ഒരു 100-1 പൈസ പോലും വേണ്ട. ഇത്തരം വേണ്ട. അതെ, ഓക്കെ, സമ്മതിച്ചു. ഷെരീഫ് സാറൊക്കെ അടിക്കുന്ന നല്ല സാധനങ്ങളെ അടിക്കത്തുള്ളൂ. അതുകൊണ്ട്
ഞാൻ പറയുന്നത് തൽക്കാലം നമുക്ക് മദ്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ പോയി ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി സാറിന് തുക അധികമുണ്ടെങ്കിൽ ബാക്കി ഞങ്ങളൂടെ അതിനകത്ത് ആയിക്കൊണ്ട് നമുക്കൊരു 10 കിലോ അരിയും ഒരു ചെറിയൊരു കിറ്റായിട്ട് നമുക്ക് ആ വീട്ടിൽ കൊണ്ടുകൊടുക്കാം. നിങ്ങൾ ഈ കാര്യത്തിൽ കാശ് മുടക്കണ്ട. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ കിറ്റിനുള്ള കാശ് ഞാൻ മുടക്കും. നമ്മൾ മദ്യം ഒഴിവാക്കുന്നു, വെരി ഗുഡ് സാറേ. മദ്യം ഒഴിവാക്കുന്നു, അതെ, മദ്യം ഒഴിവാക്കുന്നു, ആഘോഷം പൊടി പിടിക്കുന്നു. അതേപോലെ തന്നെ ഷെരീഫ് സാറിന് ഇങ്ങനെ ഒരു ആവശ്യം വന്നാലും നമ്മൾ അത് തന്നെ ചെയ്യുന്നു. എനിക്കൊരു ആവശ്യം വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നു. സാർ വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ, നമ്മൾ അതിൽ തന്നെ പോയേക്കാം. ഓക്കെ റെഡി. ഓക്കെ, വണ്ടി ഇവിടെ ഇരിക്കട്ടെ.